നമസ്കാരം. ബജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 ദിവസമായി നടത്തി വന്നിരുന്ന ചർച്ചാ പരമ്പര ഇന്ന് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ ആദ്യമായിരിക്കും ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് സംബന്ധിക്കുന്ന ചർച്ച നടക്കുന്നത്. ഈ ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്നാണ് ഇന്ന് ഫിൻപാക്ക് പരിശോധിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബീഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് ബജറ്റ് കൈ അയച്ച് സഹായം നൽകിയപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണമുണ്ട്. വയനാടിന് പുനരധിവാസ പാക്കേജ് ഇല്ല. ആദായ നികുതി പരിധി 12 ലക്ഷം ആക്കി എന്നതൊഴിച്ചാൽ ബജറ്റ് കർഷകരുടെയും മധ്യവർഗത്തിൻ്റെയും നിർണായക ആവശ്യങ്ങൾ അവഗണിച്ചു എന്ന് പറയേണ്ടി വരും. ഈ വിഷയമാണ് ഇന്ന് ഫിൻപാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി TS ചന്ദ്രൻ, എക്കണോമിക്സ് പ്രൊഫസർ ഡോക്ടർ KP വിപിൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ അനിതകുമാരി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സുബിൻ VR, കുസാറ്റിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഹരികുമാർ S എന്നിവർ. ആദ്യം ശ്രീ TS ചന്ദ്രൻ, സൂക്ഷ്മ ചെറുകിട വ്യവസായ മേഖലയെ ബൂസ്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണിതെന്നാണ് താങ്കൾ അഭിപ്രായപ്പെട്ടത്. എന്താണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം? കഴിഞ്ഞ നമ്മുടെ ഒരു ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻസ് വെച്ചുകൊണ്ട് നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ നമ്മൾ അനലൈസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യൻ എക്കോണമി നേരിടുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസ് എന്താണ് എന്ന് കണ്ടെത്തി അതിന് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ബഡ്ജറ്റിൽ ചെയ്യേണ്ടത്. ഇപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ GDP താഴോട്ട് വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ശമ്പള വർധനവിൽ കുറവുണ്ടാകുന്നു, തൊഴിലവസരങ്ങളിൽ കുറവുണ്ടാകുന്നു, വാഹന വിൽപ്പനയിൽ കുറവുണ്ടാകുന്നു, കമ്പനിയുടെ ലാഭവിഹിതത്തിൽ ഏറെക്കുറെ കുറവുണ്ടാകുന്നു, രൂപയുടെയും ഓഹരിയുടെയും വിലയിൽ കുറവുണ്ടാകുന്നു, നഗരങ്ങളിലെ ഡിമാൻഡ് കുറയുന്നു, ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ GDP റേറ്റും കുറയുന്നു. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രോബ്ലം കിടക്കുന്നത് എവിടെയാണ്? മൊത്തത്തിൽ നമ്മുടെ ജനങ്ങളുടെ, സാധാരണ ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകുന്നു, ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നമ്മൾ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണപ്പെരുപ്പം കൂടുന്നു, NPA നിഷ്ക്രിയ ആസ്തികളും കൂടുന്നു. അപ്പൊ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് 1991 അവതരിപ്പിച്ചപ്പോൾ അനുവദിച്ച കൺസെഷനുകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ചെറുകിട വ്യവസായ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു പ്രാധാന്യം ആ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ രംഗത്തും ഞാൻ അന്നത്തെ പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുന്നു. നമുക്കറിയാം, ഏകദേശം 6 കോടിയോളം ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. 25 ലക്ഷത്തിൽ താഴെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 40% എക്സ്പോർട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അതൊരു വലിയ മേഖലയാണ്. രണ്ടാമത്തെ എഞ്ചിൻ എന്താണ് നമ്മുടെ സീതാരാമൻജി വിശേഷിപ്പിച്ചത്? സെക്കൻഡ് എഞ്ചിൻ, ഫസ്റ്റ് എഞ്ചിൻ അഗ്രികൾച്ചർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന് കൊടുക്കേണ്ട ന്യായമായ പല കാര്യങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം അത് രൂപ വരെ ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് 5 കോടിയാക്കി, ഈ വർഷം അത് 10 കോടിയാക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഞാൻ അന്ന് നമ്മുടെ എക്സ്പെക്ടേഷന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, സ്റ്റാർട്ടപ്പുകൾക്ക് തീർച്ചയായും നല്ല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. അത് 10 കോടി രൂപയായിരുന്ന 1% പലിശയ്ക്ക് വായ്പ കൊടുക്കുന്ന സ്കീം അത് നേരെ 20 കോടി രൂപയാക്കി ഉയർത്തി. അതുപോലെ മൈക്രോ യൂണിറ്റുകൾക്ക് 5 ലക്ഷം രൂപ വരെ ഒതുങ്ങുന്ന കസ്റ്റമൈസ്ഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു നൂതന സമ്പ്രദായം. അതുപോലെ ചർച്ചയില്
കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, സെക്ടർ വൈസിലുള്ള ഇൻവെസ്റ്റ്മെന്റിനും പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കും എന്നാണ്. അത് വെച്ചുകൊണ്ട് നോക്കൂ, ഫുട്വെയർ ഇൻഡസ്ട്രി, ടോയ്സ് ഇൻഡസ്ട്രി, മറൈൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, ഇവർക്കൊക്കെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതികളും സ്കീമുകളും ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മുടെ MSME സെക്ടറിന് വളരെയേറെ പ്രൊഡക്ഷൻ വരേണ്ടുന്ന, ഉയർച്ച ഉണ്ടാകേണ്ടുന്ന ഒരു മേഖലയാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അത്തരം മേഖലയിലെ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം കുറച്ച് വർഷങ്ങളായിട്ട് നാം നടപ്പാക്കി വരുന്നതാണ്. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 1,25,000 ബാങ്ക് ബ്രാഞ്ചുകൾ ഓരോ വർഷവും നിർബന്ധമായും ഒരു ലോൺ ഒരു വനിതയ്ക്കും ഒരു SC/ST സംരംഭകനും കൊടുത്തിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന സ്കീമാണ്. സബ്സിഡി ഗവൺമെന്റോ ഇൻട്രസ്റ്റ് സബ്വെൻഷനോ ഒന്നുമില്ല. എന്നാലും മാത്രം ഫ്രീ ആയിട്ട് പുതിയ സംരംഭകർക്ക് ഈ വായ്പ കൊടുക്കണം. അതായത് 1 കോടി രൂപയാണ് ഓരോ ബ്രാഞ്ചും കൊടുക്കണം. അതിന്റെ സാധാരണ പലിശയൊക്കെ സാധാരണയാണ്, പലിശ എക്സംഷൻ ഒന്നുമില്ല. പക്ഷെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ഈ 1 കോടി രൂപ കൊടുക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അത് 2 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമില് വനിതകൾക്കും SC/STക്കും മാത്രമാണ് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുക. അപ്പൊ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണ്. അത് പ്രത്യേകിച്ച് വിമൻ, അതുപോലെ SC കാറ്റഗറിയിൽ. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഫുഡ് ടെക്നോളജി ബീഹാറിൽ ആരംഭിക്കാൻ പോകുന്നു. അതിപ്പോ ബീഹാറിന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബീഹാർ അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കേരളത്തിന് കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് ചർച്ചയുടെ ഇലക്ഷൻ ഒന്നും വരുന്നില്ലല്ലോ. ശരി, നമുക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ പറയൂ. മുദ്ര യോജന ഹോം സ്റ്റേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ കൊണ്ടുവരുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, എക്സ്പോർട്ട് യൂണിറ്റുകൾക്ക് 20 കോടി രൂപയുടെ അഡീഷണൽ ഫണ്ടിങ് കൂടി ഈ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. യെസ്, ശരി. ശ്രീമതി അനിതകുമാരി, ശ്രീ TS ചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. താങ്കൾ ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ? ശരിക്കും 25-26 ബഡ്ജറ്റിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം അസമത്വം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്രസ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 4 കാര്യങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ടായില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ബഡ്ജറ്റ് സൈസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പൊ സാറ് പറഞ്ഞതിനോട് ഞാൻ ശരിവെക്കുമ്പോഴും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വർഷത്തെ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ GDPയിലെ 14.21% ആണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ സൈസ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് സൈസ് നോക്കണം, GDPയുടെ 14.74 ഉണ്ടായിരുന്നു. അപ്പം ഒരു ബഡ്ജറ്റ് സൈസ് കുറച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ ഫണ്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ശരിക്കും 3.14% മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്. ഒരു മുമ്പ് 11 ലക്ഷം കോടി ഉണ്ടായിരുന്നു, അത് ശകലം മാറി 11.11 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലക്ഷം കോടി. അത് മാറ്റിയിട്ട് 11.21 എന്നാക്കി. അതായത് വെറും 10 ലക്ഷം കോടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഓവറോൾ ആയിട്ട് ഒരു ഇൻക്രീസ് ബഡ്ജറ്റ് സൈസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സാമ്പത്തിക വളർച്ചയെ ഒരു കാരണവശാലും ത്വരിതപ്പെടുത്തത്തില്ല. അത് അങ്ങേയറ്റം നിരാശാജനകമായി പോയി. പിന്നെ കേരളത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു എന്താ പറയണ്ടേ, പബ്ലിക് ഫൈനാൻസിന്റെ ഒരു നോക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്, ഈ ഒരു ബഡ്ജറ്റ് സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നേടാൻ പറ്റത്തില്ല. അതിന്റെ പ്രധാന ലക്ഷണമാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്,
സബ്സിഡി നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. MGNREGക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു കൂടലും ഉണ്ടായിട്ടില്ല. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് കൂടിയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15% വർധന വന്നാലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ MSMEക്കായാലും അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ പോരായ്മ അതാണ്. ശരി, വ്യക്തമാണ്. ഡോക്ടർ ഹരികുമാർ, 2026 സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് 4.4% ധനക്കമ്മി പ്രവചിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ? സാമ്പത്തിക വളർച്ചയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ തുടക്കം തന്നെ നമ്മളത് ഡയറക്റ്റ് ടാക്സിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ നമ്മുടെ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന റവന്യൂ ലോസ് എവിടെയാണ് ഇത് അക്കോമഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 4.4 എന്ന് പറയുന്ന ഒരു യുണീക്ക് അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്നൊന്നും ആയിട്ടുണ്ട്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വന്നാലും അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനകത്തൊന്നും സംഭവിക്കാൻ ഓൾറെഡി ഒരു ഇൻഫ്ലേഷൻ നിൽക്കുന്ന ഒരു ഇക്കോണമിയൊക്കെയാണ്. അപ്പോ അങ്ങനെ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇക്കോണമി ഒന്നും അല്ല ഇപ്പൊ ആസ് സച്ച്. അങ്ങനെ നമുക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഈ 4.4% മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് ഇത് ഈ രീതിയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമത്തോടു കൂടി മാത്രമേ അതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അത് തന്നെയാണ് അനിതകുമാരി പറഞ്ഞതിനകത്ത് ഒരു കാര്യം അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ കാര്യം എങ്ങനെയാണ് ബജറ്റ് സൈസ് കൂടാതെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോവുക എന്നൊരു സംശയം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇതിനെ ചില ആൾക്കാർ ഇന്ന് പലരും പറഞ്ഞു ഇതൊരു ഫിസിക്കൽ പ്രൂഡൻസ് ആണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫിസിക്കൽ അങ്ങനെ ഒരു ടൈറ്റ് ആയിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇക്കോണമിയിൽ തൊഴിലില്ലായ്മ ഒരു വശത്ത്, ഉൽപാദന മേഖലയിൽ ഉണ്ടാകുന്ന കുറവ്, അതേപോലെ തന്നെ ഇനീക്വാലിറ്റിയിൽ വന്നിരിക്കുന്ന ഉള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം അഡ്രസ് ചെയ്ത് വരുമ്പോ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ ഈ ബജറ്റ് സൈസിനെ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി ഡോക്ടർ ഹരികുമാർ, ബഡ്ജറ്റ് അടിസ്ഥാന മേഖലയെ, കാർഷിക മേഖലയ്ക്കും അതുപോലുള്ള അടിസ്ഥാന മേഖലയെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അഗ്രികൾച്ചർ സെക്ടറിലെ കാർഷിക മേഖലയിൽ അടിസ്ഥാനമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സിഡീസ് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. സബ്സിഡീസിലൊക്കെ കുറവാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വേറൊരു ഫാക്ടറുണ്ട്, ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അവിടെയും കാര്യമായ വർധനവില്ല, അല്പം കുറവാണ് കാണിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് വരുമ്പോ ഇത് ഇക്കോണമിയിലെ റൂറൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയിലേക്ക് കടക്കും. പക്ഷെ നമ്മൾ പറയുമ്പോൾ ബജറ്റിനകത്ത് എടുത്ത് പറയുമ്പോൾ 1000 അഗ്രി ഡിസ്ട്രിക്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബീഹാറിൽ പറഞ്ഞിരിക്കുന്ന, ബീഹാറിന് മാത്രം മഖാന ബോർഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് പ്രോസസിംഗ്, ഇതെല്ലാം കൊണ്ടുവരും എന്ന് പറയുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിൽ കൂടി പെട്ടെന്നൊരു അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവരും, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരേണ്ടതാണ്. മഖാന എന്ന് പറയുന്ന സാധനം തന്നെ ആദ്യം എല്ലാവരും ഒന്ന് തപ്പുന്നുണ്ടാവും. പക്ഷെ എന്താണ് സാധനം ശരിക്കും പറയുന്നത് താമരയുടെ മുട്ടാണ്. താമരയുടെ മുട്ടിനുള്ളിൽ കുരുവിനെ അത് പ്രോസസ് ചെയ്തെടുക്കുന്നതിനാണ് മഖാന എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ഇമ്പോർട്ട് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ടോ? പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഞാൻ വിലയിരുത്തുന്നത് ഈ നമ്മുടെ ഈ സബ്സിഡീസ് അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ചു. അതേപോലെ തന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യം ഇത് സൈലന്റ് ആണ്, ബജറ്റിനകത്ത് സൈലന്റ് ആണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് എങ്കിലും അഗ്രികൾച്ചറിൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങുന്നത്. ശ്രീ സുബിൻ VR, 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കിയ നടപടി സാധാരണക്കാരന്റെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുകയും വാങ്ങൽ ശേഷി ഉയർത്തുകയും ചെയ്യില്ലേ? തീർച്ചയായിട്ടും അത് വാങ്ങൽ ശേഷി ഉയർത്തും. അതിൽ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പതുക്കെ ഇൻകം ടാക്സിന്റെ ആ ഒരു എക്സംഷൻ ലിമിറ്റ് അത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പൊ ലാസ്റ്റ് 5 lakhs ആയിരുന്നതിന് മുമ്പ്
അതിനുശേഷം തന്നെ അതൊരു 7 lakhs ആക്കിയിട്ട് എൻഹാൻസ് ചെയ്തു. ഇപ്പോൾ അത് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 lakhs വരെയൊക്കെയാണ് ഒരു എക്സെപ്ഷൻ ഉണ്ടാവുമെന്നാണ് ജനറലി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷകളെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് 12 ലക്ഷം രൂപ വരെ ഒരു എക്സെപ്ഷൻ, അല്ലെങ്കിൽ അത് റിബേറ്റോട് കൂടിയിട്ട് 87 റിബേറ്റോട് കൂടിയിട്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻകം ടാക്സ് സ്ലാബ് കൂടി ഒന്ന് റീഫിക്സ് ചെയ്തു. അതായത് 24 ലക്ഷം രൂപ വരെ, എനിക്ക് തോന്നുന്നു 24 ലക്ഷം രൂപ ഉള്ള വരുമാനമുള്ള ആൾ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,10,000 രൂപയിലധികമാണ് അതിൽ ഇൻകം ടാക്സിൽ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇതിൽ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്, വാരികോരി കൊടുത്തിരിക്കുന്നത് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നത്, അതായത് കുറച്ച് 3-4 വർഷങ്ങൾക്കുള്ളിൽ മാത്രം വന്ന് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ പഴയ ഒരു റെജീം, ഒരു ഓൾഡ് ടാക്സ് റെജീം, ഒരു കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റൻഷനലി അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് പതുക്കെ പതുക്കെ അത് ഒന്ന് സൈഡ് ആക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതായത് കുറച്ചാൾ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ആളുകൾ ഇപ്പൊ ന്യൂ ടാക്സ് റെജീമാണ് ലാസ്റ്റ് ഇയർ വരെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഒരു 95% ആളുകൾ ന്യൂ ടാക്സ് റെജീം തന്നെയാണ് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ട് ടാക്സ്, അതായത് ഒരു സാധാരണക്കാരന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറീഡ് ക്ലാസ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു ശ്രീ സുബിൻ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏത് റെജീം ആണ് ചൂസ് ചെയ്യേണ്ടത്, പഴയതോ പുതിയതോ? ഈ ഒരു സെനാരിയോയില് നമ്മൾ എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊരു പുതിയ റെജീം ആയിരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് എത്രയൊക്കെ, അതായത് 12 lakhs വരെ എഫക്റ്റീവ്ലി 12.75 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12.75 lakhs വരെ നമുക്ക് ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിൽ അത് 5 lakhs വരെയാണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഒരു 7 ലക്ഷം രൂപയിലധികമൊക്കെ ഡിഡക്ഷൻ ഉണ്ടെങ്കിലാണ് പ്രാക്ടിക്കലി ഒരു പഴയ റെജീം അട്രാക്റ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഒരു 7 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ഒന്നും സാധാരണ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റോട് കൂടിയിട്ട് ഒരു 99% ആളുകളും ന്യൂ ടാക്സ് റെജീമിലേക്ക് വരാനാണ് സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ന്യൂ ടാക്സ് റെജീമിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിലൊരു റീസൺ ഉള്ളത് എനിക്ക് തോന്നുന്നു നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഓൾഡ് ടാക്സ് റെജീമിൽ എപ്പോഴും ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അത്ര ഇൻവെസ്റ്റ്മെന്റിലൊന്നും അത്ര വലിയൊരു അട്രാക്ഷൻ ഒന്നും കാണുന്നില്ല. ഒരു എക്സ്പെൻഡിച്ചർ സൈഡിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ന്യൂ ടാക്സ് റെജീം കൊണ്ടുവരുന്നതോടുകൂടിയിട്ട് പുതിയ ഒരുപാട് ആളുകൾ ന്യൂ ടാക്സ് റെജീമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട്. അപ്പൊ ആ ഒരു സേവിങ്സ് എന്നുള്ള ഒരു ആംഗിളൊന്നും, ഒരു ടാക്സ് സേവിങ്സ് സ്കീം, അതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഗവൺമെന്റ് കരുതുന്നത്. ഇപ്പൊ വരുന്ന പുതിയ തലമുറയും കരുതുന്നത്. ശരി, വ്യക്തമാണ്. ഗവൺമെന്റ് വരുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, അടിസ്ഥാന സൗകര്യ വികസനവും മറ്റ് വികസന പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാരിന് കൂടുതൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ബഡ്ജറ്റ് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതിനെ എങ്ങനെ കാണുന്നു? ഇപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഇൻകം ടാക്സ് തന്നെ അതിന്റെ കൂടുതൽ അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള അതിന്റെ ഘടനയും മറ്റുമൊക്കെ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആ ബഡ്ജറ്റിൽ തന്നെ അവർ പറഞ്ഞത്. അപ്പൊ ഈ 12 ലക്ഷം എങ്ങനെയൊക്കെയാണ് അതിൽ വരാൻ പോവുക എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ ആ പ്രതീക്ഷിച്ച അതുപോലെ തന്നെ നമ്മൾ ഈ പ്രഖ്യാപിച്ച അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ വരണമെന്നില്ല. ആ 12 ലക്ഷത്തിന്റെ ഉള്ളിൽ പല ക്ലോസുകളും വരാം. ഇപ്പൊ 12 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൽ വേറെ ഒത്തിരി വിഷയങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ അജിതകുമാരി മാഡം ഒക്കെ സൂചിപ്പിച്ചതുപോലെ MNREGSന്റെ 86,000 കോടി അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന വർഷങ്ങളായിട്ട് ഒരു പ്രോഗ്രസും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഏത് പ്രായക്കാരനും ഏത് താല്പര്യമുള്ള ആളുകൾക്കും ഒരു തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ഉണ്ടായത് MNREGS ആണ്. അത് അല്ലാതെ മറ്റൊരു പദ്ധതിയില്ല. ഇപ്പൊ ഏതൊരു വ്യക്തിക്കും പ്രായം പോലും വിഷയമല്ലാതെ ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം 100 ദിവസം അയാൾക്ക് ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന എൻഷ്വേർഡ്
എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു സ്കീം. ആ ഒരു സ്കീം എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷെ അതിന്റെ ഒരു എമൗണ്ട്, അതിന്റെ ഒരു ബഡ്ജറ്റ് ഔട്ട്ലൈ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഒരു പ്രശ്നം വരാൻ പോകുന്ന വർഷം നമ്മളെ കാത്തിരിക്കുന്നത് പെട്രോൾ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവാണ്. ഈ കഴിഞ്ഞ വർഷമൊക്കെ പെട്രോൾ സബ്സിഡി കൊടുക്കുന്നതിന് 1,47,000 കോടി വകയിരുത്തിയിരുന്നു എങ്കിൽ ഇന്നത്തെ ബജറ്റില് 1,21,000 കോടിയായി അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന വർഷത്തിൽ പൊതുവെ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ വില വർധനവ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പെട്രോളിയം പ്രോഡക്റ്റിന്റെ വില വർധനവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനൊരു ചെയിൻ എഫക്റ്റ് ഉണ്ടാകും. മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളിലും അഗ്രികൾച്ചർ ഉൾപ്പെടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകളിൽ സ്വാഭാവികമായിട്ടും വില വർധനവ് ഉണ്ടാകും. കേരളത്തെ അത് വളരെ വളരെ ദോഷമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സബ്സിഡിക്കും കാര്യമായ ഒരു വർധനവ് എന്ന് പറയാവുന്നത് വരുത്തിയിട്ടില്ല. വളരെ ചെറിയൊരു നോമിനൽ വർധനവ് മാത്രമാണ് ഫുഡ് സബ്സിഡിക്കും വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ സബ്സിഡി, അഗ്രികൾച്ചർ വിഭാഗത്തിൽ കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ സബ്സിഡി, അതിലും ഏറെക്കുറെ കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലയിലും, അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയില് മൊത്തം ബഡ്ജറ്റിന്റെ 2% ആരോഗ്യ മേഖലയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ്. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് പ്രൊവിഷൻ എടുത്തു കഴിഞ്ഞാൽ 1% പോലും ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റ് ഔട്ട്ലേ വരുന്നില്ല. അപ്പൊ ഇത്തരം സേവന, ജനങ്ങളുടെ ആരോഗ്യ, തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ബഡ്ജറ്റ് വിഹിതത്തിന്റെ കുറവ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടണം, നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കണം, അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ ഹരികുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ഹരികുമാർ ഈ ചർച്ചയിൽ മുഴുവൻ സമയവും നമ്മളോട് ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹരികുമാർ, ശരി. ഡോക്ടർ ഹരികുമാർ, മധ്യവർഗത്തെ പിന്തുണയ്ക്കുന്നതിനും ഉപഭോക്തൃ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ബഡ്ജറ്റിൽ മതിയായ നടപടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇൻകം ടാക്സിന്റെ സ്ലാബിൽ വരുന്ന വ്യത്യാസം ഈ പറഞ്ഞ പോലെ തന്നെ 12,70,75,000 രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപയുടെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് 80,000 രൂപയും 18 ലക്ഷം രൂപ 70,000 രൂപയും 25 ലക്ഷം ആണെങ്കിൽ അതിൽ 1,10,10,000 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു ഇതാണ് മധ്യവർഗക്കാർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകത നമ്മൾ ഇവിടുന്ന് കാണേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇൻകം ടാക്സ് ബെനിഫിറ്റിൽ കൂടി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് എക്കോണമിയിൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുകയാണ് എങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താ ഉണ്ടാവുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. വേറെ ഒരു കാര്യം കൂടെ അതിനകത്ത് കാണിക്കണം. ഇത് മുഴുവൻ മാർക്കറ്റിലേക്ക് തന്നെ വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട്, മാർക്കറ്റിലേക്ക് വരികയാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊഡക്ട്സിന് വേണ്ടി മുഴുവൻ ചെലവാക്കും എന്ന് പ്രതീക്ഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കൺസ്യൂമറിന്റെ കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ട് ഉള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് ഉണ്ടാവണമായിരുന്നു. അതും ഈ ബഡ്ജറ്റിനകത്ത് കാണുന്നില്ല. ഇൻകം ടാക്സിന്റെ ഒരു കാര്യം മാത്രം എടുത്തിട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ കാര്യം മാത്രം, അത് 10 ലക്ഷത്തിൽ പ്രതീക്ഷിച്ച് 12 ലക്ഷത്തിലേക്ക് ആയെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു സംഭവം പോലെ അങ്ങോട്ട് പറയാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഉള്ളതിൽ 130 കോടി ജനങ്ങൾ ഉള്ളതിൽ 4% ഇൻകം ടാക്സ് പേയേഴ്സ് ഉള്ളത്. അതായത് 7.5
5 കോടി ജനങ്ങൾ മാത്രമേ ഇൻകം ടാക്സ് കൊടുക്കുന്നുള്ളൂ എന്ന് പറയാം. അവർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റിലേക്ക് വരുന്നത്. ആ ബെനിഫിറ്റ് കിട്ടുന്നത് ഇവർക്ക് മാത്രമാണ്. പക്ഷെ ഇതിനും പുറത്ത് ഇൻകം ടാക്സ് നെറ്റ്വർക്കിന്റെ പുറത്ത് ഈ വരുമാനത്തിന് താഴെയുള്ള വ്യക്തികളും ഉണ്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇൻഫ്ലേഷന്റെ റോൾ അവിടെ പറയുന്നത്. ഇൻഫ്ലേഷൻ അവരെയും ഇത് കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്നാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുമാരി, ശ്രീമതി അനിതകുമാരി, ഡോക്ടർ ഹരികുമാർ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ ആനുകൂല്യങ്ങളാണ്. അതിൻ്റെ മറവിലായിരിക്കുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാവരും ഇത് കേൾക്കുമ്പോ ഇൻകം ടാക്സ് 12 ലക്ഷമാക്കി, അതുകൊണ്ട് ആൾക്കാരെല്ലാം ഹാപ്പിയാണ്, ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അതായത് നമ്മുടെ ഒരു സേവിങ് കൾച്ചറിനെ ഇതങ്ങ് ഹനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റിന് എക്സംഷൻ ഉണ്ടായിരുന്നു. അതുപോലെ 1.5 ലക്ഷം അവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടുമായിരുന്നു പഴയ റെജീമില്. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കീമിലോട്ട് പോകണ്ട, പുതിയ സ്കീമിൽ വന്നാൽ മതി, നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് സ്പെൻഡ് ചെയ്തോളൂ, എങ്ങനെ സേവ് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാട് ഇതിനകത്ത് വന്നു. അത് ശരിക്കും ഒരു എന്താ പറയണ്ടേ, എക്കോണമിയുടെ ഒരു ആ സേവിങ് കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ടും ഒക്കെ പോകുന്നത്. അപ്പൊ അത് ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു നിരാശയായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 7.5 ലക്ഷം, അതായത് സാലറീഡ് പീപ്പിളിന് 7.5 ലക്ഷം വരെ അവർ എക്സംഷന്റെ നോക്കുന്നുള്ളൂ, ബാക്കിയുള്ളതിൽ ടാക്സ് വരും. എന്നാൽ ഈ 12 ലക്ഷം പറഞ്ഞെങ്കിലും അതിനൊന്നും ടാക്സ് ഇല്ലാത്തൊരവസ്ഥ വരില്ല. അത് ഒത്തിരി കണ്ടീഷണാലിറ്റീസ് അതിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം ഇപ്പൊ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ 24,000 കോടിയുടെ ഒരു പാക്കേജ് കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 24,000 കോടി കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ വയനാട്ടിലെ ആൾക്കാരുടെ ആ ഒരു പുനരധിവാസത്തിന് വേണ്ടിയെങ്കിലും ഒരു കാര്യം, ഒരു കുറച്ച് തുകയെങ്കിലും മാറ്റി വെക്കാമായിരുന്നു. അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക 5,000 കോടിയുടെ പാക്കേജ് ചോദിച്ചിരുന്നു, അതുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ഫെഡറലിസത്തിന് ശരിക്കും അതിന്റെ ഒരു അവഗണനയായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പം ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, അത് പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഓരോ വർഷം ഇത്ര കൊടുക്കാന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ GST കോമ്പൻസേഷൻ സെസ്സിന്ന് ഏകദേശം 1,53,000 കോടി രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിശബ്ദമാണ്. അത് പിന്നെ നമ്മുടെ കോവിഡ് കാലത്ത് പിന്നെ ലോൺ സംസ്ഥാനങ്ങൾക്ക് തന്നതുകൊണ്ട്, ടാക്സ് കുറഞ്ഞതുകൊണ്ട് ലോൺ തന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. പക്ഷെ ഏകദേശം ആ ലോൺ തീരാറായി. പക്ഷെ അതിനെക്കുറിച്ച് അത് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഷെയർ നൽകുകയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറൊരു കാര്യം നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ആ ഒരു എസ്റ്റിമേറ്റ് തന്നെ കഴിഞ്ഞതിനേക്കാൾ കുറച്ചു വെച്ചിരിക്കുകയാണ്. അതേസമയം ഇൻകം ടാക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇൻകം ടാക്സിൽ നിന്ന് 1 ലക്ഷം കോടിയുടെ കുറവുണ്ടാകും. എന്തുകൊണ്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ട് ടാക്സേഷൻ നടത്തിയിട്ട് ഈ 1 ലക്ഷം കോടി തിരിച്ചു പിടിച്ച് സബ്സിഡിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ചെലവാക്കിയില്ല എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇനീക്വാളിറ്റി ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ഇൻകം ഗ്രൂപ്പിനെ ടാക്സ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്. തോമസ് പിക്കറ്റി പോലുള്ളവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ്, അതായത് നിങ്ങൾക്ക് 1 ലക്ഷം കോടിയിൽ കൂടുതൽ ഇവിടെ ടാക്സ് ഫോർഗോൺ ഉണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ നോക്കിയാൽ അറിയാം, മൊത്തം ടാക്സിന്റെ അല്ലെങ്കിൽ മൊത്തം റവന്യൂ ജനറേഷന്റെ ഒരു 5% ഉള്ളൂ നോൺ ടാക്സ് റവന്യൂ, അതായത് നികുതിയേതര വരുമാനം. എന്തുകൊണ്ട് നികുതിയേതര വരുമാനം കൂട്ടാനായിട്ട് ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ഷെയർ ഉണ്ടല്ലോ, ഗ്രോസ് ടാക്സ് റവന്യൂല് നമ്മൾ GST അതിന്റെ ഷെയറിൽ നോക്കുമ്പോൾ 40, അതായത് ഗ്രോസ് ടാക്സ് റവന്യൂ കേന്ദ്രം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 41% സെസ്സും സർചാർജും കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് തരണമെന്നാണ് 41%. പക്ഷെ നോക്കുമ്പോൾ 30% മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയും ഒരു കൂടുതൽ ഈ ഇതിനകത്ത് നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. അപ്പം പൊതുവെ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയണ്ടേ പ്രതീക്ഷകളും വലുതായിട്ട് വെക്കേണ്ട. കഴിഞ്ഞ വർഷം കിട്ടിയ അതും ഈ 1 ലക്ഷം കോടി കുറഞ്ഞ സ്വാഭാവികമായിട്ട് ഈ 41% കിട്ടുന്നതിലും കുറയും. കാരണം ഇൻകം ടാക്സിലുള്ള കുറവ് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഷെയർ ഓഫ് ടാക്സസിൽ സ്വാഭാവികമായിട്ടും വരും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ
കൂടുതൽ പിരിച്ചെടുക്കണമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. പുതിയ നികുതി പരിഷ്കാരങ്ങൾ, അതായത് വ്യക്തിഗത നികുതിദായകരിലും ബിസിനസ്സുകളിലും എന്ത് സ്വാധീനം ചെലുത്തും? ഇതിലൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ചന്ദ്രൻ സാറും ഇതുപോലെ തന്നെ മേഡവും പറഞ്ഞിരുന്ന ഒരു മാറ്റർ, 12 ലക്ഷം രൂപ വരെ എക്സംഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ 7.5 ഉള്ളൂ, അല്ലെങ്കിൽ അത് പുതിയ കാര്യങ്ങൾ വന്നാലേ അറിയാൻ പറ്റൂ എന്ന് ഒരു പറഞ്ഞിരുന്നു. ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. അത് ഇന്നത്തെ ഫിനാൻസ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത്. മുമ്പ് ഉണ്ടായിരുന്ന 7 lakhs എന്നുള്ളൊരു ലിമിറ്റ് എക്സാക്ട്ലി തന്നെ 12 lakhs ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. അതിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഒഴിച്ചിട്ടുള്ള എല്ലാ വരുമാനങ്ങൾക്കും ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. ബിസിനസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാടകയോ, അതായത് എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. അതായത് അപ് ടു 12 സാലറിഡ് ആണെന്നുണ്ടെങ്കിൽ 12.75 lakhs ഉള്ള ഒരാൾക്ക് അതിൽ എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് പറഞ്ഞതിന്റെ ഇടയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാർ പറഞ്ഞതുപോലെ ഇതിൽ ഫുൾ കംപ്ലീറ്റ് ഫണ്ടും മാർക്കറ്റിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബൂസ്റ്റ് ഉണ്ടാവാനും സാധ്യതയില്ല. എങ്കിൽ പോലും ഒരു മണി ഫ്ലോ മാർക്കറ്റിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇൻഡിവിജ്വൽസിന്റെ ആയാൽ പോലും അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിന്റെ ആയാൽ പോലും ആ ഒരു ലെവലിലുള്ള ഒരു എൻഹാൻസ്മെന്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, ഇന്ത്യയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഈ ബഡ്ജറ്റിലെ ഈ നടപടികൾ സഹായകമാകും എന്ന് കരുതാമോ? വളരെ പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റിന്റെ ഒരു ലക്ഷ്യം തന്നെ 4 എഞ്ചിനുകളിൽ പറയുന്നത് അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ടാണ്. അപ്പൊ എക്സ്പോർട്ടിന് ഒരു വലിയ ഫോക്കസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ബഡ്ജറ്റിന്റെ 4 കോർ ഏരിയ പറയുന്നതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എക്സ്പോർട്ടാണ്. അപ്പോ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടാക്കും എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ 20 കോടി രൂപയുടെ ഒരു അഡീഷണൽ ഫണ്ടിങ് അത് അവരുടെ ആ താരിഫൊക്കെ അനുസരിച്ച് അതും ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കയറ്റുമതി പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു പ്രധാന എലമെന്റ് ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. വികസനത്തിന്റെ ഒരു ഉരകല്ല് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് എക്സ്പോർട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എന്ന് പറയുന്നത്. അതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. വലിയ ഒരു ജമ്പാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ. എന്റെ തന്നെ അറിവിൽ വളരെ പൂട്ടിപ്പോകേണ്ടുന്ന സ്ഥാപനങ്ങള് വളരെ പെട്ടെന്ന് തന്നെ ഫോറിൻ മാനുഫാക്ചറേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവിടെ വരികയും അതില് ഒരു നിശ്ചിത ശതമാനം ഷെയർ എടുക്കുകയും അവരുടെ കൂടി കോൺട്രിബ്യൂഷനോട് കൂടി ആ പ്ലാന്റിനെ വലിയ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോയതുമായ നിരവധി സ്റ്റോറി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെയും അതുപോലെ തന്നെ എക്സ്പോർട്ടിനെയും അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ഇപ്പോൾ വലിയ കോടികൾ ആ ഒരു ഹെഡിൽ മാറ്റിവെച്ചതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും അത്തരം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്നതിൽ പറയുന്നുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് കൊടുക്കും. അതുപോലെ നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ സെക്ടർ വൈസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രഡോമിനൻസ്, നമ്മുടെ മെഡിസിന്റെ ഒരു പ്രഡോമിനൻസ്, നമ്മുടെ കോട്ടൺ, അതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഈ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. 4ാമത്തെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോ കയറ്റുമതി എന്തായാലും ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ ഈ നിലവിൽ നൽകി വരുന്ന ഇൻസെന്റീവ്സ് ഉണ്ട്. എക്സ്പോർട്ടിന്റെ ഒരു നിശ്ചിത ശതമാനം മണി സബ്സിഡി എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹൈക്കൊന്നും ഇതിൽ വരുത്തിയതായിട്ട് കാണുന്നില്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ എന്നുള്ള ലെവലിൽ പ്രഖ്യാപിക്കുകയും ആ ഒരു ഫീൽഡിലേക്ക് വലിയൊരു ഫോക്കസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും, പക്ഷെ അതിന്റെ കൾട്ടിവേഷൻ രംഗത്ത് അതിനൊക്കെ കുറച്ച് വർധനവ് അതിന്റെ ഫലമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പോർട്ടില് ഒരു ഫോക്കസ് വരുമ്പോൾ സ്വാഭാവികമായും
ആ ഒരു മേഖലയിലേക്ക് ഒരു എംഫസിസ് വരും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ശരി, വ്യക്തമാണ്. ഞാൻ ഡോക്ടർ കെ പി വിപിനിലേക്ക് പോവുകയാണ്. ഡോക്ടർ കെ പി വിപിൻ, താങ്കൾ ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു ദിശാബോധമുള്ള ബഡ്ജറ്റ് എന്ന് വിളിക്കാൻ കഴിയുമോ? ഈ വർഷത്തെ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ അത് പൂർണ്ണമായും ദിശാബോധമുള്ള ബജറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതിലൊരു മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്തു എന്നതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. ആ മിഡിൽ ഇൻകം ക്രൈസിസ് നിലവിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമി അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മിഡിൽ ഇൻകം ക്രൈസിസ്. ആ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇൻകം ടാക്സിൽ ഉണ്ടായ പുതിയ പരിഷ്കാരങ്ങളും അതിലെ സ്ലാബ് ചേഞ്ചസ് എല്ലാം. ആ സ്ലാബ് ചേഞ്ചസിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ ധനനഷ്ടം സർക്കാരിന് വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ ഡയറക്ട് ടാക്സിലുള്ള ഒരു വരുമാന നഷ്ടം വരുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിക്കും ഒരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് ആണ് നമ്മൾ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. കാരണം 1 ലക്ഷം കോടി രൂപയുടെ ഒരു സ്റ്റിമുലസ് പാക്കേജിലൂടെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമേ ഉള്ളൂ. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായ ഈ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ് ചെയ്യുന്നു. പിന്നെ അതിനൊപ്പം മിഡിൽ ഇൻകം ക്രൈസിസിനോട് അഡ്രസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിലവിൽ അഭിമുഖീകരിക്കുന്ന ഉയർന്ന പണപ്പെരുപ്പം, വിലക്കയറ്റം, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗ്ലോബൽ ലെവലിലുള്ള ഗ്ലോബൽ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി കൊണ്ട് ആ അൺസർട്ടനിറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ പരിഷ്കാരം മാത്രം ഇവിടെ മിഡിൽ ഇൻകത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം പൂർണ്ണമായിട്ടും അത് നിലവിലുള്ള ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുമോ എന്നത് ഒരു സംശയമാണ്. അതിനൊപ്പം നേരെ ഈ ഇൻകം ടാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 3ാം മോദി സർക്കാരിന്റെ ഫസ്റ്റ് ബജറ്റിൽ ഉള്ള പ്രഖ്യാപനത്തെക്കാളും വളരെ കുറവ് ഒരു ഫോക്കസ് തന്നെ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ഫോക്കസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്ന് മേഖലയെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ 4 മേഖലയെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ആ 4 മേഖലകൾ, ഒന്ന് കാർഷിക മേഖല, MSME, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട്, ഈ 4 മേഖലയാണ്. ഈ 4 മേഖലകളിലും പ്രഖ്യാപിച്ച പദ്ധതികളും അതിനെ കണക്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ 4 മേഖലയെ കണക്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ. രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്കോണമി. തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നോവേഷൻ. അപ്പൊ 3 ആസ്പെക്ട്സും കൂടി. അപ്പൊ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ ആണെങ്കിൽ അതിനോടനുബന്ധമായ പദ്ധതികൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യമായ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം, ലോകത്ത് തന്നെ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള ഒരു രാജ്യം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അനുഭവിക്കുന്ന ഒരു രാജ്യം, ഇത്രയും വലിയ ഒരു യുവജനസംഖ്യ ഒരു സൈഡിൽ, പക്ഷേ ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച്, ആ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച്. ഞാൻ നിലവിലെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ മിഡിൽ ഇൻകം ക്രൈസിസിനെ പറ്റി, ഉത്തേജന പാക്കേജിനെ പറ്റിയൊക്കെ താങ്കൾ പറയുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൽ 6.3% മുതൽ 6.8% വരെയാണ് പ്രതീക്ഷിക്കുന്ന GDP വളർച്ച. ഇത് ഈ ആഗോള ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ? ആ വിഷയത്തിനോട് കൃത്യമായിട്ട് ആൻസർ പറയാനുള്ള ഏറ്റവും കറക്റ്റ് 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും തുടർച്ചയായി 8% വളർച്ചാ നിരക്ക് കൈവരിക്കണം. അപ്പൊ 8% വളർച്ചാ നിരക്ക് കൈവരിക്കണം എന്ന ലക്ഷ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ നിലവിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി തന്നെ ഇപ്പോൾ 6.3 to 6.8% അത് ഓൺ ആൻ ആവറേജ് എടുത്തു നോക്കുക ഒരു 6.5% എന്ന നിലയിൽ നിൽക്കുമോ എന്നതാണ്. കാരണം പറഞ്ഞാൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി അത്രയും വലിയ രീതിയിലേക്കുള്ള ഗ്ലോബൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പം പലപ്പോഴും നമ്മൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ പ്രസിഡന്റ് വന്നു. ട്രംപ് വന്നതിന് ശേഷം ഉള്ള ഒരു ഡൈനാമിക്സ് തന്നെ നമ്മൾ വേൾഡ് ഡൈനാമിക്സിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ
പിന്നെ അത് തന്നെ ഇന്നലത്തെ ഇക്കണോമിക് സർവേയിലും അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. കാരണം എന്താ, ഒരു ഇൻഡിക്കേഷൻ കൊടുത്ത് ഷെയർ മാർക്കറ്റിൽ അല്ലെ ഓഹരി വിപണിയിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കണം, അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേഷൻ കണ്ടു. പിന്നെ ഒന്ന്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല കൂടുതൽ സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സൈഡിൽ, ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം വളരെ കുറവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്ത്യ പോകുന്നത്. അപ്പം ഗ്ലോബൽ ലെവലിൽ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ വെറും ഒരു ഇക്കണോമിക് സെൻസിൽ മാത്രമായിട്ട് നമുക്ക് അതിനെ ഒതുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെൻസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്കോണമി ലെൻസിൽ ഒതുക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ ഒരു ടെക്നോളജി ഇനേബിൾഡ് ആയ ഒരു എൻവയോൺമെന്റ് എക്കോസിസ്റ്റമാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിന്റെ ഏറ്റവും ഇൻഡിക്കേഷൻ ആണ് കഴിഞ്ഞ ആഴ്ച വന്ന ഡെവലപ്മെന്റ്സ്. കഴിഞ്ഞ ആഴ്ച ഡെവലപ്മെന്റ്സിൽ ഏറ്റവും നല്ല പിന്നെ ചാറ്റ് GPT പകരം പുതിയ AI വെച്ച് ചൈന കൗണ്ടർ അറ്റാക്ക് ഡീപ് സീക്ക് അറ്റാക്ക് തന്നെ ഇനി വരുന്ന ഭാവിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുതിയ ലോകക്രമത്തിൽ എന്തെല്ലാം രീതിയിലേക്കാണ് ഈ ഇക്കണോമിക്സിൽ, കാരണം ഒരു ഹൈലി ഒരു വൊളട്ടൈലായ ഒരു എക്കോണമി ആയിട്ട് ലോക സമ്പദ് വ്യവസ്ഥ മാറുന്നു, അതിനൊപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുന്നു. പക്ഷെ ആ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുമ്പം ഇന്നത്തെ നിലവിലുള്ള ഈ ബജറ്റിലുള്ള ഈ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയോ എന്നതാണ്. കാരണം പല നല്ല പ്രഖ്യാപനങ്ങളുണ്ട്, ഒരു സംശയമില്ല, നല്ല പ്രഖ്യാപനമാണ്. പക്ഷെ ഇത് മാത്രം മതിയോ എന്നതാണ് ഒരു നമ്മൾ വ്യക്തമാണ് അഭിമുഖീകരിക്കുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ഹരികുമാർ, ശ്രീ TS ചന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് കയറ്റുമതിക്ക് ഊന്നൽ നൽകുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു ദിശാബോധമുള്ള ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയുമോ? ഈ രീതിയിൽ നോക്കുമ്പോൾ ദിശാബോധമുള്ള ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ക്രയവിക്രയത്തിനുള്ള പണം എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംശയം നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഏറ്റവും വലിയ ഇന്ത്യൻ നമ്മുടെ ഇക്കോണമി ആഭ്യന്തരമായിട്ടുള്ള ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം മതി ഇതിനെ അഫക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിന്റെ ഫലം ഉണ്ടാവണമെന്നില്ല. ഇന്ന് നമ്മൾ ഈ എക്സ്പോർട്ട് സെക്ടറിന്റെയും മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും കാര്യമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഒരു അലോക്കേഷനും ഒരു സ്ഥലത്തും പറയുന്നില്ല. മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ടു സപ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ, അതാണ് ഒരു പ്രഖ്യാപനം. 2 പോളിസി സപ്പോർട്ട് കൊടുക്കുന്നതാണ്. 3 എക്സിക്യൂഷൻ റോഡ് മാപ്പ് ഉണ്ടാവും. 4 ഗവേണൻസ് ഫ്രെയിംവർക്ക്, ഭാരത് ട്രേഡ് നെറ്റ്. ഈ ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ടു സ്ട്രീംലൈൻ ഡോക്യുമെന്റേഷൻ, ഇതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്നോ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ഈ ബജറ്റ് പ്രഖ്യാപനത്തിലോ അല്ലെങ്കിൽ ബജറ്റിന്റെ അവതരണത്തിലോ എങ്ങും തന്നെ പറയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ എക്സ്പോർട്ട് കൂടാനുള്ള സാധ്യതകളും ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് എന്തിന്റെ എക്സ്പോർട്ട് കൂടാനായിട്ടാണ് ഉള്ളതൊന്ന്. 2, ഇനി മാനുഫാക്ചറിംഗ് സെക്ടറിൽ കൂടിയാൽ മാത്രമേ ഇതിന്റെ പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ മാനുഫാക്ചറിംഗ് സെക്ടറിൽ എന്തുമാത്രം ഉത്തേജനം നമുക്ക് ഈ ബജറ്റ് കൊടുക്കും എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു പ്രതീക്ഷയില്ല. എന്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന പഠനങ്ങൾ അനുസരിച്ചിരിക്കും, ഇവാലുവേഷൻ അനുസരിച്ചും ഇല്ല എന്ന് വേണം ഇതിനകത്ത് പറയാനുണ്ട്. അതുകൊണ്ടിട്ടാണ് ഒരു സംശയം ഈ ബജറ്റിനെ ഈ രീതിയിൽ നമ്മൾ ബജറ്റിനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, വ്യക്തമാണ്. ശ്രീമതി അനിതകുമാരി, താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ 2025 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനായി സർക്കാർ 11.1 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 10.18 ലക്ഷം കോടി രൂപയായി പരിഷ്കരിച്ചു. ഇത് സാമ്പത്തിക മേഖല എങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് കുറഞ്ഞതാണ്. കാരണം 24-25 ബഡ്ജറ്റിൽ 11.11 ലക്ഷം കോടി ചെലവാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റില് 10.18 ലക്ഷം കോടിയായി കുറച്ചു.
എന്നിട്ട് അടുത്ത ബഡ്ജറ്റിൽ 11.21 വെച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കുറവ് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലായിരുന്നു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട 1 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നത്. അപ്പം അതും മൊത്തമായിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. അത് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് വേണ്ടി 3500 കോടി രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെലവാക്കിയത് അല്ലെങ്കിൽ റിവൈസ് എസ്റ്റിമേറ്റിൽ കാണുന്നത് 347 കോടിയാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ വളരെ തുച്ഛമായ തുക മാത്രമേ അതിൽ വന്നു. നിങ്ങൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാത്തരം പ്രഖ്യാപനങ്ങളും ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഇംപ്ലിമെന്റേഷനിൽ വളരെയധികം കുറവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് 2819 കോടിയെ വെച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും കുറവാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഇന്റേൺഷിപ്പ് സ്കീം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതായത് എംപ്ലോയ്മെന്റ് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് വരുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. 2000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോൾ അത് 380 കോടിയായി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കാരണം അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം അത് 10,000 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്, 10,831 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇംപ്ലിമെന്റേഷനിൽ ഇത്രയും പാളിച്ച ഉണ്ടാവുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കാരണം ഈ ഗിഗ് വർക്കേഴ്സിന് ഐഡന്റിറ്റി കാർഡ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും, അതൊരു നല്ല കാര്യമാണ്, അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ ഇപ്പോൾ ഉള്ള 75% നിങ്ങൾ 100% ആയിട്ട് വിദേശ നിക്ഷേപം കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം ഒരു പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് ബഡ്ജറ്റിലൂടെ ഇതിനൊന്നും വലിയ ചർച്ചയൊന്നും ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇൻകം ടാക്സിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു മായിക ലോകത്ത് എല്ലാവരും അങ്ങിരിക്കുകയാണ്, എന്തായാലും വലിയൊരു നേട്ടം ഉണ്ടായി എന്നുള്ള. പക്ഷെ ആ നേട്ടം കുറച്ച് ആൾക്കാർക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പല അണ്ടർലൈനിങ് ആയിട്ടുള്ള കട്ടുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ശരി. ശ്രീ TS ചന്ദ്രൻ, നമ്മൾ ഇതിനു മുമ്പ് നടത്തിയൊരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞു ബഡ്ജറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യ IT പോലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ബഡ്ജറ്റിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിക്കാമെന്ന്. ഈ ബഡ്ജറ്റ് വ്യവസായത്തിലെ സാങ്കേതികമായി വ്യവസായത്തിന് സാങ്കേതിക മേഖലയിൽ പിന്തുണ നൽകുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ ഡീപ് സീക്ക് R1 ലോകത്തെ ഞെട്ടിച്ച ഒരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അത് ബാൻ ചെയ്തു. അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാറ്റ് GPT ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു ടൂള് വന്നതോടുകൂടി ലോകം മൊത്തത്തിൽ അങ്ങോട്ട് ഫോക്കസ്ഡ് ആയിപ്പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സിന് പ്രതീക്ഷിക്കാതെ ഒരു എക്കോണമിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് എപ്പോഴും തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇന്നൊവേഷന് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്നൊവേഷൻ ഒരു വലിയ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. നേരത്തെ അജിത കുമാരി മാഡം പറഞ്ഞതുപോലെ ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജില് ഈ പറയുന്ന പല ഇന്നൊവേറ്റീവ് കാര്യങ്ങളും ഫലപ്രദമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഫണ്ടിങ് ചില പോക്കറ്റുകളിൽ ഒതുങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് ചെലവഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അതിൽ കൊണ്ടുവരികയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം മേഖലയിലുള്ള എക്സ്പെൻഡിച്ചർ കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ PMEGP എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ ഫലപ്രദമായി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ PMEGP-യിൽ വായ്പയെടുത്ത സംരംഭകരെ, ആ സംരംഭകർക്ക് അവരുടെ സബ്സിഡി, ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. 35% സബ്സിഡിയാണ്, മാക്സിമം സബ്സിഡിയാണ് ഒരു സംരംഭകന് കൊടുക്കുന്നത്. 50 ലക്ഷം രൂപ വരെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും 20 ലക്ഷം രൂപ വരെ സർവീസ് ഇൻഡസ്ട്രീസിനും സബ്സിഡിയോട് കൂടി വായ്പ കൊടുക്കുന്ന ഒരു സ്കീമാണ് PMEGP എന്ന് പറയുന്നത്. എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ ആ സ്കീമിലേക്ക് വർഷങ്ങളായിട്ട് അപേക്ഷകർ കുറഞ്ഞു വരികയാണ്. ഇത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്കീമായിരുന്നു. എന്നാൽ
ഈ സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ 3 വർഷം കഴിഞ്ഞ് ഇവരുടെ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ഒരു തേർഡ് ഏജൻസിയെ ഏൽപ്പിച്ചു. ഈ തേർഡ് ഏജൻസി ആവട്ടെ എത്ര ശ്രമിച്ചാലും ഇത്രയും യൂണിറ്റുകൾ വെരിഫൈ ചെയ്യാനോ, എത്ര ശ്രമിച്ചാലും ഇത്രയും യൂണിറ്റുകളുടെ പരിശോധന പൂർത്തിയാക്കിക്കൊണ്ട് അവർക്ക് സബ്സിഡി ഡിസ്പേഴ്സ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആ പദ്ധതി പ്രകാരം വായ്പ എടുത്ത സംരംഭകരൊക്കെ തന്നെ ഇന്ന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ ഇത്ര ഫലപ്രദമായി നടപ്പാക്കി വന്ന ഒരു പദ്ധതി പോലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ PM ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഫലപ്രദമായ ഒരു സ്കീം. അത് കേൾക്കുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു സ്കീമായിരുന്നു. എന്നാൽ ഈ ഇന്റേൺഷിപ്പിലേക്ക് താല്പര്യമുള്ള കമ്പനികളെ കണ്ടെത്തണം, ആ കമ്പനികൾക്ക് ആവശ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തണം. ഇവയെ മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫലപ്രദമായ ഇംപ്ലിമെന്റേഷൻ സംവിധാനം അതിനെ ഫോക്കസ് ചെയ്യാനോ അതിനെ റിവ്യൂ ചെയ്യാനോ അതിന് വേണ്ട ഇടപെടലുകൾ നടത്താനോ കഴിയുന്നില്ല. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല പദ്ധതികളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസികൾ ഒരു നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓരോ ജില്ലയിലും നിരവധിയായിട്ടുള്ള ആപ്ലിക്കൻസിന് വേണ്ട റോള് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് അവരെ ഒരു സ്കെലിറ്റനാക്കി നിർത്തിക്കൊണ്ട് അത്തരം പവറിൽ നിന്നൊക്കെ അവരെ മാറ്റിയിരിക്കുകയാണ്. അവർക്കിപ്പോ കുറച്ച് ട്രെയിനിങ് കൊടുക്കാനും, അത് ട്രെയിനിങ്ങിനാണെങ്കിലോ ഇവര് ഫണ്ടൊന്നും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഈ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിനൊക്കെ നടത്താൻ അവരെ ചുമതലപ്പെടുത്തിയിട്ട് ഈ ഫണ്ട് പബ്ലിക്കിൽ നിന്നും പിരിച്ചോളൂ, നിങ്ങൾ ട്രെയിനിങ് കൊടുത്തോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് പല സ്കീമുകളുടെയും ഇംപ്ലിമെന്റേഷൻ മാറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റിംഗ് ലെവലിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ഇൻകം ടാക്സ് 12 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഉൾക്കൊള്ളുന്ന അന്തർലീനമായിട്ടുള്ള ബഹുമുഖ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഇപ്പോൾ പറയുന്നില്ല. അത് പിന്നീടാണ് പറയുക എന്ന് പറയുന്നത് വഴി തന്നെ അതിലൊരു ഒരു മോശമായ എലമെന്റ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് പറയുള്ളൂ ആയിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എന്നാണ് സാമാന്യ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് വെച്ചല്ലാതെ പൊതുവെ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് തന്നെയാണ് എപ്പോഴും കേന്ദ്രം, ഏത് സംസ്ഥാനവും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് തന്നെയാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അവരുടെ ഒരു ഗെയിൻ അതിലുണ്ടാവും. പക്ഷെ ബഡ്ജറ്റിനെ ആ ഗെയിനിലേക്ക് കൊണ്ടുപോയി ചർച്ച മുഴുവനും ഫോക്കസ് ചെയ്ത് 12 ലക്ഷം എന്ന് പറഞ്ഞ് ആളുകളെ അതിനു ചുറ്റും കറക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാൻ. ഡോക്ടർ KP വിപിൻ, 2026 വർഷത്തിലെ സർക്കാരിൻ്റെ മൊത്തം വായ്പാ ലക്ഷ്യം 5.7% വർദ്ധിപ്പിച്ച് 14.82 ലക്ഷം കോടി രൂപയായി പരിഷ്കരിച്ചു. നേരത്തെ 2025 സാമ്പത്തിക വർഷത്തിൽ ഇത് 14.1 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ എന്തു മാറ്റമുണ്ടാക്കും? ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ചന്ദ്രൻ സാറ് പറഞ്ഞതിനെ ഒന്ന് കണക്ട് ചെയ്യാനും കൂടി ഞാൻ സമയമെടുക്കുന്നു. അത് ഒന്ന് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇന്ത്യയിലുള്ള ഈ ഗവേഷണ രംഗത്ത് നമ്മൾ പലപ്പോഴും ഇപ്പൊ സംസാരിച്ചു, ഇന്നൊവേഷനെ കുറിച്ച് സംസാരിച്ചു, ഗവേഷണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എടുത്തു നോക്കിയാൽ GDPന്റെ വെറും ഒരു 0.6 to 0.7%, 1% താഴെ മാത്രമേ ഇന്ത്യയിലുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, മറ്റ് എല്ലാ മേഖലകളും എടുത്തു നോക്കും. പല വികസിത രാജ്യങ്ങളെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യന്റെ R&D സപ്പോർട്ട് അല്ലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ വളരെ നോമിനൽ നിരക്കിലാണ്. ആ നോമിനൽ നിരക്കിലേക്ക് വരുന്നിടത്തും ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് ആയ ഒരു എക്കോണമിയിൽ ഈ ഇന്നൊവേഷൻ എന്നൊരു ആസ്പെക്ട്സ് പറയുമ്പോഴും ഈ ഇന്നൊവേഷൻസ് ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു, ഇനി അടുത്ത വർഷം 2026 ഫെബ്രുവരി 1 അടുത്ത വർഷം ബജറ്റ് ചർച്ച ചെയ്യുന്നു വിചാരിക്കാം.
അപ്പൊ ഈ ഒരു വർഷത്തിനിടയിൽ വരുന്ന ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിനേക്കാളും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതാണ്. പക്ഷെ ആ രീതിയിലേക്കുള്ള ഒരു ദീർഘവീക്ഷണം ഇനി അങ്ങോട്ട്, കാരണം പറഞ്ഞാൽ ഈ മുൻകാലങ്ങളിൽ നമ്മൾ വേറൊരു ഒരു ലൈനിലാണ് പോയെങ്കിൽ ഈ 2020 ശേഷം കോവിഡിന്റെ ഒരു ഇമ്പാക്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു ഡ്രാസ്റ്റിക് ലോകം മൊത്തം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് വന്നു. ആ ഡ്രാസ്റ്റിക് ചേഞ്ച് അഡ്രസ് ചെയ്യാതെ, ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഹെൽത്ത് കെയറിന്റെ ഇഷ്യൂസ് മാത്രമാണ്. ഹെൽത്ത് കെയറിൽ നമ്മൾ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യേണ്ട സാധ്യതകളുണ്ട്, സ്പേസ് റിസർച്ചിലേക്ക് പോകാനുണ്ട്, അല്ലാതെ വെറും ഒരു എഡ്യൂക്കേഷൻ റിസർച്ച്, മെഡിക്കൽ റിസർച്ചിലേക്ക്, അങ്ങനെ ഓരോ മേഖലകളിലും ഇൻഡെപ്ത് ഒരു റിസർച്ചിന്റെ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാലും കുറച്ച് ഒരു ബേസിക് സാധനങ്ങൾ, ഇപ്പം പ്രധാനമന്ത്രിയുടെ റിസർച്ച് ഫെലോഷിപ്പുകളും, പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, പ്രൈമറി ഹെൽത്ത് സെന്റർ, അതിനെ നോർമലി ഉള്ള ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷന്റെ കേസിൽ ഏകദേശം ഒരു ഡിജിറ്റലി ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഒരു സൊസൈറ്റിയിൽ ഒരുവിധം വന്നു. അപ്പൊ ഇനി ഇപ്പം സാറ് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പറയുമ്പോൾ നോർമലി ഇന്ത്യ എന്ന രാജ്യം വലിയ തോതിലുള്ള ഒരു വായ്പ എടുക്കുന്ന ഒരു ട്രെൻഡിലേക്കും നീങ്ങുന്നുണ്ട്. കാരണം ഇപ്പൊ പലപ്പോഴും ഈ വായ്പ എടുക്കുന്ന ട്രെൻഡിലേക്ക് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഒന്ന് കഴിഞ്ഞ 2-3 വർഷത്തെ പിന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ അഭിപ്രായങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് എടുത്തു നോക്കുമ്പോൾ ഫ്രീ ബീസിനെ പ്രൊമോട്ട് ചെയ്യരുത്, അങ്ങനെയാണ്. ഫ്രീ ബീസിനെ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ സ്റ്റേറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഫ്രീ ബീസിനെ ഒരു ഫ്രീ ബീസ് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്കോണമിക്ക് ഹാംഫുൾ ആവുന്നതാണ്. പക്ഷേ ഇതേ കേസ് തന്നെ ഫ്രീ ബീസുകൾ ഏത് രീതിയിലേക്കാണ് മാറ്റിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, റീനെയിം ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ പിന്നെ കേന്ദ്ര സർക്കാർ പല രീതി ബ്രാൻഡ് നെയിം ചെയ്യുന്നു. നേരത്തെ ചന്ദ്രൻ സാർ പറഞ്ഞതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രീ ബീസിന്റെ ഒരു ഡിഫറെന്റ് നെയിമാണ് നമ്മൾ ഇൻകം ടാക്സിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിഫോംസ്. അതാണ് ജസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഡയറക്ട് ടാക്സ് റിഫോംസ്. അപ്പൊ February 1 മുതൽ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന ഒരു പീരിയഡ്, അത് ഒരു 1 to 7 ആവാം, ഒരു 1 to 9 ആവാം. ആ പീരിയഡിന് ഇടയിൽ നടക്കുന്ന ഒരു വലിയൊരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ, പിന്നെ അത് മാത്രമല്ല, ഈ വർഷത്തെ ബജറ്റിൽ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ബീഹാർ ഇതിന് ഒരു ഫോക്കസ്, അത് നെക്സ്റ്റ് ബജറ്റാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഞാൻ ഇടപെടുകയാണ്, സമയപരിമിതി കൊണ്ടാണ്. ശ്രീമതി അനിതകുമാരി, 2025 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ സർക്കാർ മൊത്ത നികുതി വരുമാനം കണക്കാക്കിയിരുന്നത് 38.40 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് 2024 സാമ്പത്തിക വർഷത്തേക്കാൾ ഏതാണ്ട് 11.72% വർധനമാണ്. ഇതിൽ നേരിട്ടുള്ള നികുതികൾ, കോർപ്പറേറ്റ് നികുതിയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. 22.7 ലക്ഷം കോടി പരോക്ഷ നികുതികളിൽ നിന്നും ഉൾപ്പെട്ടിരുന്നു. 16.33 ലക്ഷം കോടി രൂപ കസ്റ്റംസ്, എക്സൈസ്, GST എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഏതു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇൻകം ടാക്സിൽ നമുക്ക് 1 ലക്ഷം കോടിയുടെ കുറവുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഇംപ്ലിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിലും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഉണ്ടാവും. പക്ഷെ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ GST വലിയ കുറവ് കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്പോഴും അടുത്ത വർഷവും തുടരുന്നുണ്ട്. പക്ഷെ കസ്റ്റംസിലും എക്സൈസിലും, അതായത് 2024-25 2,37,745 ആയിരുന്നു കസ്റ്റംസിന്റെ എസ്റ്റിമേറ്റ് എങ്കിൽ അത് ഈ വർഷമായപ്പം ചെറിയൊരു വർധനവ് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോൾ 2,35 അപ്പം 2,35,000 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് 2,40,000 കോടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം അത്രയും കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഇപ്പം കസ്റ്റംസിൽ നമ്മൾ ചില തീരുവകളൊക്കെ ചിലതൊക്കെ കുറച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടിയിലും ഈ പറഞ്ഞ പോലെ പിന്നെ 3,19,000 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റ് എങ്കിൽ ഇപ്രാവശ്യം 3,17,000 കോടിയാണ്. അപ്പൊ അതിൽ വലിയ വർധനവ് പരോക്ഷ നികുതിയിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ GST വലിയ കുറവും കാണുന്നില്ല. പക്ഷെ വലിയ കുറവ് നമ്മൾ ഡയറക്ട് ടാക്സിൽ കാണുന്നത് കോർപ്പറേറ്റ് ടാക്സിന്റെ കളക്ഷനിലാണ്. കാരണം കോർപ്പറേറ്റ് ടാക്സ് ശരിക്കും 10 ലക്ഷം കോടി പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അത് 9,80,000 ഉള്ളൂ. അതിന്റെ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ആ കുറവ് കാണുന്നുണ്ട്.
ഇൻകം ടാക്സിൽ നമ്മൾ അഡ്ജസ്റ്റ് കുറച്ച് 1 ലക്ഷം കോടി കുറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ മറ്റേ കോർപ്പറേറ്റ് ടാക്സിലും കുറയാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്ട് ടാക്സിന്റെ ഒരു കളക്ഷൻ കഴിഞ്ഞ വർഷം ഒരുവിധം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അടുത്ത വർഷം ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓവറോൾ ആയിട്ട് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാനങ്ങളെയും ബാധിക്കും. ശരി, ഡോക്ടർ ഹരികുമാർ, ശ്രീ ടി.എസ്. ചന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുമ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ഥിതി തുടർന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമല്ലോ. നമ്മൾക്ക് ബഡ്ജറ്റിന്റെ സൈസിൽ വരുന്ന വ്യത്യാസം വരുമ്പോൾ ഇത് എവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ആ ചോദ്യം എന്ന് പറയുന്നത് നേരിട്ട് കട്ട് ചെയ്തെന്ന് പറയുന്നതിനെക്കാട്ടും വളരെ ഭംഗിയല്ലേ ഈ രീതിയിൽ ഇംപ്ലിമെന്റേഷൻ സ്ലോ ആക്കുകയോ ഇംപ്ലിമെന്റേഷനിൽ തകരാറ് വരുത്തുകയോ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സംഭവമാണ്. ഈ ക്രൂഷ്യൽ റവന്യൂ, ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ അതിനനുസരിച്ച് ഉയരുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രശ്നം. അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ്, ഇംപ്ലിമെന്റേഷൻ സൈഡിൽ കുറവ് വരുത്തുക. ഇംപ്ലിമെന്റേഷൻ സൈഡിൽ കുറവ് വരുത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചർ കുറയും. നേരത്തെ പറഞ്ഞ ഒരു 300 കോടിയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പല എമൗണ്ടുകളിലൂടെ പറയുകയുണ്ടായി. ഈ പറയുന്നത് എന്തുകൊണ്ട് ഇത് കുറയുന്നു ഇതിന് സർപ്ലസ് ആയിട്ട് എങ്ങും കാണുന്നുമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റും അതേപോലെ തന്നെ റിവൈസും നോക്കുകയാണെങ്കിൽ എങ്ങും കുറയുന്നതായിട്ട് കാണുന്നില്ല. ഈ കൂടുന്നതായിട്ടോ അല്ല ഈക്വലൈസ് ചെയ്യുന്നതോ കാണുന്നില്ല. എക്സാക്ട് ആയിട്ട് കാണുന്നത് പറഞ്ഞാൽ ഈ ഇംപ്ലിമെന്റേഷനിൽ വരുന്ന തകരാറുകൾ ഒരു തരത്തിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ശ്രമം ഇല്ല. അത് തന്നെ സെൻട്രൽ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കേസിൽ വരുമ്പോഴും നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു രീതിയാണ്. ഈ കാപെക്സിൽ പോലും ഈ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വാസ്തവം. ഫിഗർ അങ്ങനെ കിടക്കുന്നുവെങ്കിലും അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഇടപെടെയാണ് നമ്മളുടെ സമയം തീർന്നിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തതുപോലെ ആദായ നികുതി സ്ലാബുകളിലും കോർപ്പറേറ്റ് നികുതി നിരക്കുകളിലും വരുത്തിയ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യ സംരക്ഷണം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക മേഖലകൾക്കുള്ള പിന്തുണയും ബഡ്ജറ്റിൻ്റെ നേട്ടമായി എടുത്തു കാണിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള പല മേഖലകളും ബഡ്ജറ്റ് അവഗണിച്ചു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സമഗ്രമായ വളർച്ചയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് സമതുലിതമായ സമീപനത്തിൻ്റെ ആവശ്യകത ഒരു പ്രധാന ഘടകമായി തന്നെ തുടരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടി.എസ്. ചന്ദ്രൻ, ഡോക്ടർ കെ.പി. വിപിൻ, അനിതകുമാരി, സുബിൻ വി.ആർ., ഡോക്ടർ ഹരികുമാർ എസ്, നന്ദി. നമസ്കാരം.